മോർണിംഗ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജി എസ് ടിയിലെ റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ജി എസ് ടി റിട്ടേൺ ഫയലിങ്ങിൽ ഏത് റേറ്റാണ് നമ്മൾ കാണിക്കേണ്ടത് എന്നുള്ളതാണ്. നമുക്കറിയാം ജി എസ് ടി വന്നത് മുതൽ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, ജി എസ് ടിൻ്റെ റേറ്റ് മാറ്റിക്കൊണ്ടിരിക്കാറുണ്ട്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നമ്മളൊരു സാധനം സപ്ലൈ ചെയ്യുമ്പോൾ ഒരു 5% ആണെങ്കിൽ അതിൻ്റെ എമൗണ്ട് കിട്ടുമ്പോൾ അത് 12% അപ്പോൾ അങ്ങനെയാകുമ്പോൾ ജി എസ് ടിയിൽ നമ്മൾ ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ആ ഇൻവോയ്സിൻ്റെ അതിൻ്റെ എങ്ങനെയാണ് ജി എസ് ടി റേറ്റ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ ബൈജു ഭാസ്കരൻ, ജി എസ് ടി കൺസൾട്ടൻ്റ് ആൻഡ് ട്രെയിനറാണ്. ബൈജു അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ നമ്മൾ പ്രധാനമായും ചെയ്യുന്നത് ജി എസ് ടി റിട്ടേൺ ഫയലിംഗ്, അതുകൂടാതെ അക്കൗണ്ടിങ് സർവീസുകൾ, ഇൻകം ടാക്സ് ഫയലിംഗ്, കമ്പനി രജിസ്ട്രേഷൻസ്, ലേബർ ലോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ട്രേഡ് മാർക്ക്, ഇതൊക്കെയാണ് ബൈജു അസോസിയേറ്റ്സ് പ്രധാനമായും ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സുകൾ, പിന്നെ അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ടുള്ള ജി എസ് ടി റിട്ടേൺ ഫയലിംഗ് ക്ലാസ്സുകൾ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. UAE വാറ്റിൻ്റെ ക്ലാസ്, ഇതൊക്കെയാണ് ബൈജു അസോസിയേറ്റ്സ് ചെയ്തു വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് തന്നെ, ആ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. ജി എസ് ടിയുടെ റേറ്റ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏത് റേറ്റാണ് അപ്ലിക്കബിൾ ആവുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ പ്രധാനമായിട്ടും സെക്ഷൻ 14 ജി എസ് ടി ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. CGST ആക്ട് സെക്ഷൻ 14 ജി എസ് ടി ഈ ഒരു സംഭവത്തെ പറ്റി, അതായത് ജി എസ് ടിൻ്റെ റേറ്റ് പെട്ടെന്ന് മാറുകയാണെങ്കിൽ ഏത് റേറ്റാണ് അപ്ലിക്കബിൾ ആവുക എന്നുള്ളത് സെക്ഷൻ 14 പറയുന്നത്. അപ്പോൾ ഇതിൽ 3 സംഭവങ്ങളാണ്, 3 ഇവൻറ്റുകളാണ് ഇതിൽ പറയുന്നത്. ഒന്നാമത്തേതായിട്ട് നമ്മളൊരു സാധനമോ അല്ലെങ്കിൽ സേവനമോ സപ്ലൈ ചെയ്യുക. ഓക്കെ, നമ്മളൊരു സാധനമോ അല്ലെങ്കിൽ നമ്മളൊരു സേവനമോ നമ്മൾ സപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ കണ്ടീഷൻ, ആ സാധനത്തിൻ്റെയോ സേവനത്തിൻ്റെയോ ഇൻവോയ്സ് റേസ് ചെയ്യുക. മൂന്നാമത്തെ കണ്ടീഷൻ, ഈ ഇൻവോയ്സിന് എഗെയിൻസ്റ്റ് പേയ്മെൻറ്റ് കിട്ടുക. ഈ 3 കണ്ടീഷൻസ് നോക്കുമ്പോൾ ഈ 3 കണ്ടീഷനാണ് ഒരു ട്രാൻസാക്ഷനെ സംബന്ധിച്ച് ഉണ്ടാവുക. ഈ 3 കണ്ടീഷൻസുകളിൽ 2 കണ്ടീഷൻസ് ഏത് ജി എസ് ടി റേറ്റ് ഉള്ളപ്പോഴാണോ നടക്കുന്നത് ആ ജി എസ് ടി റേറ്റാണ് ആ ട്രാൻസാക്ഷൻ്റെ ജി എസ് ടി റേറ്റായിട്ട് കൺസിഡർ ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ജൂലൈ 18, 2022 ഒരുപാട് ജി എസ് ടി ഒരു റേറ്റ് ചേഞ്ച് ചെയ്ത ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സാധനങ്ങളുടെ ജി എസ് ടി റേറ്റ് 12% 18% ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ നമ്മളൊരു സർവീസ് പ്രൊവൈഡർ ആണെന്ന് കരുതുക. നമ്മൾ ജൂലൈ 1 ഞാൻ എൻ്റെ ഒരു സർവീസ്, ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനിങ് കോൺട്രാക്ടർ ആണെങ്കിൽ ഞാൻ എൻ്റെ സർവീസ് ജൂലൈ 1 ഞാൻ ചെയ്തു. ഓക്കെ, അതിൻ്റെ ബില്ലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ജൂലൈ 1 ചെയ്തു. ഈ 2 സംഭവങ്ങളും നടക്കുമ്പോൾ ജി എസ് ടി റേറ്റ് 12% ആണ്. പക്ഷെ എനിക്കിതിൻ്റെ എമൗണ്ട് കിട്ടുമ്പോൾ ജി എസ് ടി റേറ്റ് 18% പോലും ഈ ഒരു ട്രാൻസാക്ഷൻ്റെ ജി എസ് ടി റേറ്റ് എന്ന് പറയുന്നത് 12% ആണ്. എന്തുകൊണ്ടാണ്? ഈ 3 ഇവൻറ്റിലും 2 ഇവൻറ്റുകളും നടക്കുന്നത് എപ്പോഴാണ്? ജി എസ് ടി റേറ്റ് 12% ഉള്ളപ്പോഴായതുകൊണ്ടാണ് ഈ ഒരു ട്രാൻസാക്ഷൻ്റെ ജി എസ് ടി റേറ്റ് എന്ന് പറയുന്നത് 12% ആയത്. ഇനി ഈ ഒരു കണ്ടീഷനിൽ ജൂലൈ 1 ഞാൻ സർവീസ് കംപ്ലീറ്റ് ചെയ്തു, അന്ന് 12% ആണ്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഇൻവോയ്സ് ചെയ്യുന്നത് 18% ജി എസ് ടി ഉള്ളപ്പോഴാണെന്ന് കരുതുക. അതായത് ജൂലൈ 18 ശേഷം അത് 18% ആയിട്ടാണ് ഞാൻ ഇൻവോയ്സ് ചെയ്യുന്നത്. അതിൻ്റെ എമൗണ്ട് കിട്ടുന്നതും 18% കിട്ടുന്നത് എങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷൻ്റെ ജി എസ് ടി റേറ്റ് എന്ന് പറയുന്നത് 18%. എന്തുകൊണ്ടാണ്? ഈ 3 സംഭവങ്ങളിൽ, ഈ 3 ഇവൻറ്റിൽ 2 ഇവൻറ്റും നടക്കുന്നത് എപ്പോഴാണ്? ജി എസ് ടി റേറ്റ് ചേഞ്ച് ചെയ്തതിന് ശേഷമാണെങ്കിൽ ആ പുതിയ ജി എസ് ടി റേറ്റാണ് ഈ ട്രാൻസാക്ഷന് അപ്ലിക്കബിൾ ആകുക. അപ്പോൾ വളരെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. 3 ഇവൻറ്റിൽ 2 ഇവൻറ്റ് ഏത് ജി എസ് ടി റേറ്റ് ഉള്ളപ്പോഴാണോ നടക്കുന്നത് ആ ജി എസ് ടി റേറ്റാണ് ആ ട്രാൻസാക്ഷൻ്റെ ജി എസ് ടി റേറ്റായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എന്നാണ് സെക്ഷൻ 14 പ്രകാരം പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. കാരണം ഒരുപാട് ജി എസ് ടി റേറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് നടക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സെക്ഷൻ 14 റെഫർ ചെയ്തിട്ട് വേണം നമ്മൾ ഇൻവോയ്സ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴോ നമ്മൾ ജി എസ് ടിൻ്റെ റേറ്റ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ടോപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നന്ദി. ഇനി അടുത്ത ഒരു ടോപ്പിക്കുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.